ഹലോ. അപ്പോൾ നമുക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാം. നമ്മൾ ദുബായിലുള്ള സമയത്ത് ഒരു എളുപ്പപ്പണി ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കഴിച്ചിരുന്നതാണ്. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കുറേ ഗ്യാപ്പായി അത് കഴിക്കാൻ. അപ്പം അമ്മയും അച്ഛനും കഴിച്ചിട്ടില്ല. ഓവർനൈറ്റ് ഓട്സ് എന്ന രീതിയിൽ ഓട്സ് കഴിച്ചിട്ട് അമ്മയും അച്ഛനൊക്കെ ഓട്സ് കഞ്ഞിയായിട്ട് അതേപോലെ പാല് ഒഴിച്ചിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക പാല് ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ച് മിക്സ് ആക്കില്ലേ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്ന രീതിയിൽ കഴിച്ചിട്ടില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവർക്ക് ഇഷ്ടാവോ ഇല്ലയോ അത് നോക്കാം. എന്തായാലും അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും സ്പെയർ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും, ഒരു രക്ഷയ്ക്കെന്ന രീതിയിൽ. അവർക്ക് അഥവാ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാം. ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്, വെറുതെ വേസ്റ്റ് ആക്കണ്ട. കുറച്ച് അവർക്ക് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം, അവർക്ക് ഇഷ്ടമായോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. അപ്പം ഓട്സ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തത് ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചു, പിന്നെ ഓട്സ് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രവും, പിന്നെ ഒരു വേറെ സെപ്പറേറ്റ് ഒരു ഗ്ലാസും, പിന്നെ ഓട്സ് പാക്കറ്റും എടുത്ത് വെച്ചു. അപ്പം നമ്മൾ ഓട്സ് ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് പിന്നെ ആ പാത്രത്തിലേക്ക് ഇട്ടു. ആ ഒരു ഗ്ലാസ് ഓട്സ് നമ്മൾ മൊത്തം ഇട്ടിട്ടില്ല, പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് പാല് അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ്. ഫ്രൂട്ട്സായിട്ട് ഞാൻ ഇന്ന് എടുത്തത് കുറച്ച് മുന്തിരിയും അതേപോലെ തന്നെ പ്ലം, ആപ്പിളാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. എല്ലാം കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. ഓട്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ആകുമ്പം നല്ല ക്വാണ്ടിറ്റി ആവും, പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം കട്ട് ചെയ്യാണ്. ആദ്യം മുന്തിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പ്ലം കട്ട് ചെയ്തു, അങ്ങനെ ആപ്പിളും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഓട്സ് പാല് മിക്സിലേക്ക് എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുകയാണ്. പ്ലമ്മും മുന്തിരിയും ആപ്പിളും ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഓട്സും അതേപോലെ തന്നെ പാലും ഫ്രൂട്ട്സും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കി കൊടുക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം ആക്കുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഫൈനലി ഞാൻ കുറച്ച് ബദാമും കൂടി അതിൻ്റെ മേലെ ഇട്ടു. പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ഓവർനൈറ്റ് ഓട്സ് റെഡിയാണ്. വേഗത്തിൽ കഴിയുന്നതാണ്, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.